ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. മർക്കോസിന് ശേഷം 10-ാം അധ്യായം 28 മുതലായി. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങി. അതിനെ യേശു, എൻ്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിത്യജീവനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വന്ന യുവാവിനോട്, ആ പള്ളി പ്രമാണിയോട് കർത്താവ് സംസാരിച്ചത്, നിനക്കുള്ള സകലവും വിട്ട് എല്ലാം വിൽക്കുക, ദരിദ്രർക്ക് കൊടുക്കുക, എൻ്റെ പിന്നാലെ വരിക. അവൻ പ്രയാസമായി. അവൻ സാധ്യമല്ലെന്ന് വിചാരിച്ചു. എല്ലാം വിട്ടിട്ട് പോകുന്നത് എന്തൊരു മണ്ടത്തിലാണെന്ന് അവൻ ചിന്തിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് പറഞ്ഞു, ധനവാൻ്റെ വിരുദ്ധൽ കിടക്കുന്ന പ്രയാസമാണ്, പക്ഷേ എന്നാൽ മനുഷ്യർക്ക് അസാധ്യമാണ് എങ്കിലും ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സാധ്യമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് പത്രോസ് എടുത്ത് നിൽക്കുകയാണല്ലോ. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെല്ലാം വിട്ട് വന്നവരാണല്ലോ. പത്രോസ് പറഞ്ഞത് ശരിയാ. കാരണം ഗലീലക്കടലിൽ മീൻ പിടുത്തമുണ്ടായിരുന്നത് വിട്ടു, വല വിട്ടു, കടൽ വിട്ടു, കുടുംബം വിട്ടു, എല്ലാം വിട്ടു. കർത്താവിൻ്റെ പിന്നാലെ വരികയാണ്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെല്ലാം വിട്ടതിൻ്റെ പിന്നാലെ വന്നതാണല്ലോ. ആ ചെറുപ്പക്കാരനെ പോലെ അല്ലല്ലോ, എല്ലാം വിട്ടിട്ടാണല്ലോ ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിച്ച് പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങി. ഒരു വിശദീകരിക്കാൻ പോവുക. എന്താ പറയാൻ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നല്ലോ, നിനക്കറിയാമല്ലോ. എല്ലാം വിട്ടല്ലോ. ഞങ്ങൾക്ക് ഇനിയോ ഈ ലോകത്ത് ഒരു സമ്പത്തൊന്നും ഒരു വിഷയമല്ല, നിനക്കറിയാമല്ലോ. സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അതിനെ യേശു, എൻ്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിത്യജീവനെയും കിട്ടും. ദൈവത്തിന് സ്തോത്രം. അതല്ല വിടുന്നത്, ഈ ലോകത്തിൽ തന്നെ. അതാണ് പറഞ്ഞത്, ഈ ലോകത്തിൽ തന്നെ എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീട് വിട്ടാൽ, സഹോദരന്മാരെ വിട്ടാൽ, സഹോദരികളെ വിട്ടാൽ, അമ്മയെ വിട്ടാൽ, അപ്പനെ വിട്ടാൽ, മക്കളെ വിട്ടാൽ, നിലങ്ങളെ വിട്ടാൽ എല്ലാം വിടുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെ കിട്ടും. ഉപദ്രവങ്ങളോട് 100 മടങ്ങ് സഹോദരന്മാരെ കിട്ടും. ഉപദ്രവങ്ങളോട് 100 മടങ്ങ് സഹോദരികളെ കിട്ടും. ഉപദ്രവങ്ങളോട് 100 മടങ്ങ് അമ്മമാരെ കിട്ടും. ഉപദ്രവങ്ങളോട് 100 മടങ്ങ് മക്കളെ കിട്ടും. തന്നെയല്ല, ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് നിലങ്ങളെ കിട്ടും. വരുവാൻ ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തനാരുമില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കേൾക്കുമ്പോൾ അല്പം കഠിനമായി തോന്നില്ലേ? കുറച്ച് പ്രയാസമാണ്. എല്ലാം അങ്ങ് വിടുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ കൃഷി ചെയ്യേണ്ട അതാണോ, അല്ലെങ്കിൽ ബിസിനസ് നടത്തണ്ട എന്നാണോ? എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ കർത്താവിന് സ്തോത്രം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നും നമ്മുടെ ഉള്ളത്തിൽ പറ്റിപ്പിടിക്കരുത്. ഈ ചേമ്പിലയിൽ വെള്ളം വീണാൽ ആ വെള്ളം അങ്ങ് കണങ്ങളായി ഒഴുകിപ്പോവും, നമുക്കറിയാം. എന്നതുപോലെ ഒരു നിർമ്മമത്വം നമുക്ക് വരണം എല്ലാറ്റിനോടും. നിർമ്മമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനോടൊരു മമതയില്ല. ഈ ലോകത്തിലുള്ള ഒന്നിനോടൊരു മമതയില്ല. നിർമ്മമത്വം, ഡിറ്റാച്ച്മെൻറ്റ്. എല്ലാറ്റിനോടും ഒരു ഡിറ്റാച്ചായി നിൽക്കണം. അറ്റാച്ച്മെൻ്റ് എല്ലാം വിടണം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി പിന്നെ ആഗ്രഹിക്കാൻ പറ്റില്ല. ഈ ലോകത്തിലെ ധനസമൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാൻ പറ്റുകയില്ല. ഈ ലോകത്തിലെ സുഖങ്ങളുടെ പിന്നാലെ പോകാൻ പറ്റുകയില്ല. എത്രയോ ആളുകളാണ് വെറിക്കൂത്തുകളുടെ പിന്നാലെ പോകുന്നത്. വിലയേറിയ സമയം പാഴാക്കുന്നു. അനേകം കുട്ടികൾ ഈ ഫേസ്ബുക്കെന്നും പറഞ്ഞ് അതിലെ ഫ്രണ്ട്ഷിപ്പും പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നീങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്നത് കാണാമല്ലോ. എത്രയോ കുട്ടികളാണ്. അമ്മയും അപ്പനും അറിയാറില്ല. അമ്മയും അപ്പനൊന്നും മനസ്സിലാക്കാറില്ല.
എൻ്റെ കൊച്ച് നല്ല കുട്ടിയാണ്, ഒരു കുഴപ്പമില്ല, നല്ല പയ്യനാണ്. എൻ്റെ മോള് നല്ല കുട്ടിയാണ്, അവൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പനമ്മ അറിയാതെ ഏതെല്ലാം കുബുദ്ധികളാണ് അവരുടെ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം? ഭയങ്കരമായ വിനാശത്തിലേക്ക് യുവലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് എല്ലാ കടകളിലും കിട്ടും ഈ ലഹരി സാധനം. മദ്യം മാത്രമല്ല, ഇതാണ്ട് ലഹരി എന്താണെന്ന് എനിക്ക് അതിനൂടെ ഹാൻസ് എന്നൊക്കെ പറയുന്ന സാധനം, അതുപോലുള്ള ചില മയക്കുമരുന്ന് പോലത്തെ കഞ്ചാവ് ഒക്കെ കിട്ടും. പാവം കോളേജിൽ പോകുന്ന പയ്യൻ അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും കിറങ്ങി സുബോധമില്ലാത്ത പോലെയായി തീരുന്നു, പഠിക്കാൻ കഴിയില്ലാതായി തീരുന്നു. ഇതെല്ലാം നാം കാണുന്നതല്ലേ? നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആവലാതി നിങ്ങൾക്കുണ്ടോ? ചിന്തിക്കാറുണ്ടോ? മക്കളുടെ ഡ്രസ്സ് നിങ്ങൾ നോക്കാറുണ്ടോ? അവരുടെ ജീവിതശൈലി നിങ്ങൾ നോക്കാറുണ്ടോ? അവരുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്നതായ ആ പരിഷ്കാര മനോഭാവം നിങ്ങൾ കാണാറുണ്ടോ? എല്ലാം മാറ്റി ക്രിസ്തുവിനായി ജീവിതം വേർതിരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയത്തോടെ പറയുകയാണ്. ഇവിടെ ചെറുപ്പക്കാർ അനേകം പേര് വന്നിരിക്കുന്നു. നിങ്ങൾ നോക്കൂ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അരുതാത്ത ശീലങ്ങളിലേക്ക് പോകരുത്. ദുശ്ശീലങ്ങൾ പഠിക്കരുത്. ദുശ്ശീലങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ പോകരുത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യം, എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ആണായിട്ട് ഞാൻ ഒറ്റ ആളെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു വേലക്കാരാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അതിനുള്ള സാഹചര്യമല്ലായിരുന്നു. ഭാഗ്യവശാൽ അതുകൊണ്ട് തെറ്റായ ഒന്നും പഠിച്ചില്ല, തെറ്റായ ശീലങ്ങളൊന്നും പഠിച്ചില്ല. ഇന്ന് ചിലർ വന്ന് ഏറ്റു പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുക, എന്ത് പാവമാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഞാൻ അങ്ങ് പാവം എന്താണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചില ചെറുപ്പക്കാർ വന്ന് പാവം ഏറ്റു പറയുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ കേട്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണെന്ന് മനസ്സിലാവുകയില്ല. ഇന്നും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. റോമർ ലേഖനം 1-ാം അധ്യായത്തിൽ ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു എന്ന് വായിക്കുന്നു. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. സോദോമി പാവമാണെന്ന് പറയും. സോദോമി പാവം, സൊഡോമി എന്ന് പറയുന്ന പാവം. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാക്കെനിക്കറിയാം, പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മാലിന്യമൊന്നും കാര്യമായി പറ്റാതെ ഞാൻ ജീവിച്ചു. ഭാഗ്യവശാൽ കർത്താവ് എന്നെ അങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു. അതുകൊണ്ട് ഒരു ഗുണം കിട്ടി. ഇന്ന് നല്ല സമാധാനത്തോടെ ജീവിക്കാൻ പറ്റി, നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റി. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, മനസ്സിനെ അലട്ടുന്ന വേദന വിഷയങ്ങളൊന്നും വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ തികഞ്ഞമായിട്ടല്ല പറയുന്നത്. പക്ഷേ ഒന്നെനിക്കറിയാം, സകലവും വിട്ടനുഭവിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഉള്ളത്തിൽ നിന്ന് വിട്ടു, ഹൃദയത്തിൽ നിന്നെല്ലാം മാറി. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും എല്ലാം മാറി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് യേശുവേ, നിൻ്റെ രാജ്യത്തിലേക്ക് വരാൻ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിൻ്റെ വരവിനായി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ എതിരേൽപ്പാനായി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിന് മരണം വരികയാണെങ്കിൽ നിൻ്റെ പാദം വന്ന് മുത്തുവാൻ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറയുന്നതിൻ്റെ പൊരുളൊന്നും മനസ്സിലായി വരികയില്ല. സാരമില്ല, മനസ്സിലാകണമെന്നില്ല, പേടിക്കണ്ട. പക്ഷേ നിങ്ങളുടെ കാര്യം ചെയ്യും. നിങ്ങളെ തന്നെ ക്രിസ്തുവിന് കൊടുക്കും. ഒരു കാര്യം ഓർത്തുകൊള്ളണം. പറഞ്ഞെന്താ? ഉപദ്രവങ്ങളോട് 100 മടങ്ങ് വീടുകൾ, 100 മടങ്ങ് വീടുകൾ. ഇവിടെ നമ്മുടെ സ്വന്തം വീടാണ് വിട്ടത്, പക്ഷേ ഉപദ്രവങ്ങളുണ്ട് 100 മടങ്ങ് വീടുകൾ. ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാനാദേശങ്ങളിൽ നിന്ന് ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയൂ, കർത്താവേ, എനിക്ക് കർത്താവേ നിത്യജീവൻ കൂടിയേ കഴിയൂ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നിത്യജീവൻ എനിക്ക് വേണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നിത്യജീവൻ്റെ അവകാശം എനിക്ക് വേണം. കർത്താവേ, ഞാൻ എന്തെല്ലാം വിടണമോ വിടാൻ തയ്യാറാണ്. എല്ലാം വിടാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, ഞാൻ എല്ലാം വിട്ട് നിന്നെ അനുഗമിക്കാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയൂ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജോലി വിടണമെന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. നിങ്ങളുടെ വരുമാനം വിടണമെന്ന് പറയുന്നില്ല, കൃഷി വിടണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ ഓഫീസ് വർക്ക് വിടണമെന്ന് പറയുന്നില്ല. വേണ്ട. പക്ഷേ അതിനുള്ള മമത്വം വിടണം, അതിനുള്ളതായ അറ്റാച്ച്മെൻറ്റ് വിടണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, നീ തരുന്ന ജോലി നിൻ്റെ ഹിതപ്രകാരം നിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ നിർവഹിക്കും. അതായിരിക്കണം. നീ തരുന്ന ജോലി നിൻ്റെ ഹിതപ്രകാരം നിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. കർത്താവേ, ഞാൻ ഏറ്റവും മാതൃകയായി ജീവിക്കും. ഏറ്റവും മാതൃകയായി. ഞാൻ അധ്യാപകനാണോ? ഏറ്റവും മാതൃകയായി അധ്യാപകനായിരിക്കും. ഞാൻ വിദ്യാർത്ഥിയാണോ? ഏറ്റവും മാതൃകയുള്ള വിദ്യാർത്ഥിയായിരിക്കും. ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നു, അങ്ങനെ ഞാനൊരു വിദ്യാർത്ഥിയായി ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. പക്ഷേ ഏറ്റവും നല്ല മാതൃകയായ വിദ്യാർത്ഥിനിയായി ഹോസ്റ്റലിൽ താമസിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമോ? ഇത് നിത്യതയിലേക്കുള്ള സമ്പത്താണ്. നിത്യതയിലേക്ക്
ഈ ഇവിടുത്തെ സമ്പത്ത് കൊണ്ടൊന്നും എല്ലാം ഒന്നുമല്ല, ഇവിടുത്തെ ഒന്നുമല്ല, നിത്യതയിലേക്കുള്ള സമ്പത്ത് ലോകം നോക്കിയാലൊന്നും കാണുകയില്ല. നിങ്ങൾക്കറിയാമോ, കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിനെ കുറിച്ച് പറഞ്ഞു. നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന വയൽ, അത് ഒരു മനുഷ്യൻ ആ നിധി കണ്ടു. അവൻ ആ വയലിൽ അത് ഒളിച്ചു വെച്ചു. എന്നിട്ട് അവൻ ചെന്ന് തനിക്കുള്ളതൊക്കെ വിൽക്കാൻ തുടങ്ങി. ഈ സ്ഥലം മേടിക്കാനായിട്ട്, നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം മേടിക്കാനായിട്ട് എല്ലാം വിൽക്കുക. ആളുകൾ ചോദിച്ചു, എടാ നീ എന്താ ഈ മണ്ടത്തരം കാണിക്കുന്നത്? നല്ല ഒന്നാം തരം ഭൂമിയൊക്കെ വിൽക്കുന്നതിന്? അല്ല, ഞാൻ വേറെ ഒത്തിരി ഭൂമി മേടിക്കാമെന്ന് വിചാരിച്ചാണ്. ഏതാ ഭൂമി? അതുകൊണ്ട് ഞാൻ കാണുന്ന ഭൂമി അതാ. അയ്യോ കഷ്ടം, ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത ഭൂമിയാണോ നീ മേടിക്കുന്നത്? നീ ഇത്ര മണ്ടനായി പോയോ? ഒരു പുൽനാമ്പുണ്ടോ അവിടെ? എല്ലാം ഊഷരമായ മണ്ണല്ലേ, അവിടെയാണോ നീ വാങ്ങാൻ പോകുന്നത്? അതെ. നീ എന്ത് വിട്ടിത്തം കാണിക്കുന്നത്? നിൻ്റെ ഒന്നാം തരം ഭൂമിയൊക്കെ വിറ്റിട്ട് അത് വാങ്ങാൻ പോവുകയാണോ? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഉള്ളിൽ ചിരിക്കുന്നു. അവൻ പറഞ്ഞില്ല, അവൻ്റെ ഉള്ളിൽ ചിരിക്കുന്നു. കാരണം അവനറിയാം ആ ഭൂമി മേടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. നല്ല വിലപ്പെട്ട സമ്പത്ത്, നിധി അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അവൻ വാങ്ങുന്നത് നിധി. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഈ സ്വർഗീയ നിധി കർത്താവ് നിക്ഷേപിച്ചിരിക്കുകയാണ്. സ്വർഗീയ നിധിയുടെ നിക്ഷേപം എല്ലാം ഉള്ളിൽ പറിച്ചു കളയുക. ഇഷ്ടക്കുറവുകൾ പറിച്ചു കളയുക, വൈരാഗ്യങ്ങൾ പറിച്ചു കളയുക, അസൂയ പറിച്ചു കളയുക, സ്ഥാനമോഹം പറിച്ചു കളയുക, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഡംഭും അഹങ്കാരവും പറിച്ചു കളയുക, എല്ലാ തിന്മയും പറിച്ചു കളയുക, അശുദ്ധി പറിച്ചു കളയുക. ഇന്ന് അനേകർ വലയുന്നൊരു കാര്യമാണ്. പലരും പറയുന്നത് സെക്സിൻ്റെ അതിപ്രസരം, അയ്യോ ലൈംഗിക ആസക്തി, അത് വിട്ടുപോകുന്നില്ല. ദൈവവേദനയെ നീ ഭയപ്പെടേണ്ട. നിൻ്റെ ഈ ശരീരം യേശുവിനെ കൊടുക്കൂ. കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ, ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ചാഞ്ഞു നിന്നുകൊണ്ട് പറയട്ടെ, നിങ്ങൾ വിട്ടുകൊടുത്താൽ കർത്താവ് നിങ്ങൾക്ക് ജയം തരും. സത്യം. ദൈവത്തിന് സ്തോത്രം. ഈ ലൈംഗികമായ ആസക്തി അനേകരിന്ന് വലച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹിതരെയും അവിവാഹിതരെയും വലച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നിങ്ങൾ വിട്ടു പോകും, പേടിക്കേണ്ട. അതെല്ലാം ദുർഭൂതങ്ങളാണ്, ദുരാത്മാക്കളാണ്. നിങ്ങൾക്ക് ലൈംഗിക ചോദന ഉളവാക്കുന്ന ദുരാത്മാക്കളാണ്. ലൈംഗികത്വം പാവമല്ല. സെക്ഷുവാലിറ്റി ഈസ് നോട്ട് അറ്റ് ഓൾ എ സിൻ. അത് പാവമല്ല. പക്ഷേ അത് അനവസരത്തിലാകരുത്. വിവാഹത്തിന് മുൻപ് വേണ്ട, വിവാഹം കഴിഞ്ഞ് അന്യജടത്തിലേക്ക് വേണ്ട. അതാണ് സൂക്ഷിക്കേണ്ടത്. സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ നിങ്ങൾക്ക് സ്നേഹിക്കുകയും ശരീരപ്രകാരം ബന്ധപ്പെടുകയും ചെയ്യുന്നത് പാവമല്ല. എന്നാൽ നേരെ മറിച്ച് അന്യജടത്തിലേക്ക് നിങ്ങളുടെ മോഹം പോകരുത്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലമായിരിക്കട്ടെ. നിങ്ങളുടെ കിടക്ക നിർമ്മലമായിരിക്കണം. അതിനകത്ത് വേറൊരാൾ വരാൻ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ വിവാഹ കിടക്കയിൽ വേറൊരാൾ വരുന്ന കാര്യം ചിന്തിക്കാൻ പാടില്ല. ചിന്തയിൽ പോലും വരാൻ പാടില്ല. നിങ്ങളുടെ നോട്ടത്തിലോ ചിന്തയിലോ മോഹം വരാൻ പാടില്ല. അതെല്ലാം പാവമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രയാസമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഇത് പ്രയാസമാണെന്ന് ചിന്തിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ഇത് അനുഭവിക്കുന്ന ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതനുഭവിക്കുന്ന ദൈവമക്കൾ അവരുടെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധനായ ആ ദൈവപുരുഷൻ്റെ കാൽപ്പാടുകൾ ഞാൻ പിന്തുടർന്നു. വിട്ടുമാറാതെ ഞാൻ നിന്നു. ഭാഗ്യവശാൽ എനിക്ക് കർത്താവിൻ്റെ കൃപ തന്നു. ഞാൻ ആഗ്രഹിക്കുന്നതോറും കൃപ കൂടിക്കൂടി വന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ എൻ്റെ കരുണയുള്ള കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിനും എന്നെ കിട്ടുകയില്ല. യേശു പ്രസാദിക്കാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ആരോടും പരാതി ഉണ്ടായിരിക്കുകയില്ല, ആരോടും പരിഭവം ഉണ്ടായിരിക്കുകയില്ല. എല്ലാവരെയും എന്നേക്കാൾ ശ്രേഷ്ഠരായി ഞാൻ എണ്ണും. എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് വലിയവരായിട്ട് ഞാൻ എണ്ണും. ആരെക്കുറിച്ച് എനിക്ക് തുച്ഛീകരണം വരികയില്ല. ഈ ചെറിയ വല്ലൊരുത്തനെ തുച്ഛീകരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. ചെറിയ വല്ലൊരുത്തൻ തുച്ഛീകരിക്കരുത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. വളരെ പാവപ്പെട്ടതായിരിക്കും, പക്ഷേ അവർ തുച്ഛീകരിക്കരുത്. വളരെ ക്ഷീണിതനായിരിക്കും, തുച്ഛീകരിക്കരുത്. വലിയ പഠിപ്പില്ലായിരിക്കും, തുച്ഛീകരിക്കരുത്. അവർ ചെറുതായി കാണരുത്. അവനെയും നിന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് നീ എണ്ണണം. കർത്താവിന് സ്തോത്രം. എളുപ്പമുള്ള കാര്യമല്ല ഈ പറയുന്നത്. സാധിക്കും. എളിയവരോട് ചേർന്ന് കൊള്ളുകയും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നോക്കിയുള്ളൂ, എളിയവരോട് ചേർന്ന് കൊള്ളുകയും. കർത്താവിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. താണവരോട് ചേർന്ന് കൊള്ളുകയും, താണവരുടെ കൂടെ നടക്കുകയും. ഏതെങ്കിലും കാര്യത്തിൽ കുറവുള്ളവരുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും, കുറവുള്ളവരുടെ വേദനയിൽ നിങ്ങൾ കൂടെ പങ്കുചേരുക. കർത്താവിന് സ്തോത്രം. നിങ്ങൾ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായിത്തീരുക. യേശുവിൻ്റെ സ്വഭാവം, മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ വേദന ഏറ്റെടുക്കുന്ന സ്വഭാവം, യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി നിങ്ങൾ തീരുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം സമൃദ്ധിയായി കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ പലരും പലതരത്തിലുള്ളതായി പ്രയാസങ്ങൾപ്പെട്ട് മനസ്സ് ഉഴലുന്നവരാണ്, മനസ്സ് വാടിക്കഴിയുന്നവരാണ്, ഉള്ളിൽ സമാധാനമില്ലാതെ വലയുന്നവരാണ്. എനിക്കറിയാം. അനേകരുടെ ഉള്ളിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉള്ളുരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി കിട്ടും, ഹൃദയത്തിന് സമാധാനം കിട്ടും, ശാന്തി കിട്ടും, ഹൃദയത്തിന് സ്വസ്ഥത കിട്ടും. നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം വരും. ഏത് കൊടിയ പ്രശ്നമാണെങ്കിലും മകനെ നീ ആ പ്രശ്നവും ചുമന്നുകൊണ്ട് യേശുവിൻ്റെ ഭാഗത്തിൽ ഒറ്റയ്ക്ക് ചെല്ലുക. കർത്താവിന് സ്തോത്രം. നീ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. വേറെ ആരും വേണ്ട. നിൻ്റെ ഭാര്യ വേണ്ട, നിൻ്റെ ഭർത്താവ് വേണ്ട, അപ്പോൾ നിൻ്റെ മക്കളും വേണ്ട, മാതാപിതാക്കളും വേണ്ട. നീ ഒറ്റയ്ക്ക്.
ഇന്ന് ഒറ്റയ്ക്ക് ചെന്ന് നീ കർത്താവിൻ്റെ പാദം കെട്ടിപ്പിടിക്കുക, നീ വിശ്വസിക്കുക യേശു ഇവിടെ വന്നിട്ടുണ്ട്. കാരണം സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യേശു സമീപസ്ഥനാണെന്ന് വേദപുസ്തകം പറയുന്നു. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യേശു സമീപസ്ഥനാണ്. അതുകൊണ്ട് യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിതാ യേശുവെ നിൻ്റെ കാലിൽ ഞാൻ കെട്ടിപ്പിടിക്കുന്നു. എന്നിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ഈ പാപം എന്നിൽ മാറ്റിത്തരണമേ. എന്നിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി വിട്ടുപോകാത്ത ഈ പാപം കർത്താവെ മാറ്റിത്തരണമേ. എൻ്റെ സെക്ഷൽ സിൻ അത് മാറ്റിത്തരണമേ. എൻ്റെ ലൈംഗിക പാപം, അതിൻ്റെ ആസക്തി എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിത്തരണമേ. മനുഷ്യന് സഹജമായ ചോദനയാണ് ലൈംഗികത്വം, പക്ഷേ അത് അനവസരത്തിലായി പോകരുത് ഇത് ഞാൻ കേട്ടു കർത്താവേ. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ വിവാഹത്തിന് മുൻപ് ലൈംഗികമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയില്ല. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, വിവാഹത്തിന് ശേഷം അന്യജടത്തെക്കുറിച്ച് ഞാൻ ഒരു കാരണവശാലും മോഹിക്കുകയില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഭർത്താവ്, എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഭാര്യ എന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. എൻ്റെ ഭാര്യയെ ഞാൻ മാനിക്കും, എൻ്റെ ഭർത്താവിനെ ഞാൻ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ വീരപുരുഷനാണ് എൻ്റെ ഭർത്താവ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവിയുള്ള ആളാണ് എൻ്റെ ഭാര്യ. അങ്ങനെ ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റാരോടും താരതമ്യപ്പെടുത്തരുത്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഈ ഭാരങ്ങളെല്ലാമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് എല്ലാം അങ്ങ് തുറന്നു വയ്ക്കണം. എല്ലാം തുറന്നു വയ്ക്കണം. എല്ലാം മുഴുവൻ അങ്ങ് തുറക്കണം. കർത്താവിന് സ്തോത്രം. ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് എല്ലാം അങ്ങ് തുറന്നു പറയുക. ജീവിതത്തിൽ നിന്ന് പോയ എന്തെല്ലാമാണ്. അരുതാത്ത് വന്നു പോയിട്ടുണ്ടാകും, പേടിക്കേണ്ട, നിരാശപ്പെടേണ്ട. അരുതാത്തതായ പല കാര്യങ്ങൾ സംഭവിച്ചു കാണും. കർത്താവെ, എന്തെല്ലാം സംഭവിച്ചു. ദേഹത്തിൽ തെറ്റുപറ്റി, ശരീരത്തിൽ തെറ്റുപറ്റി, അശുദ്ധി സംഭവിച്ചു. ശരി, അതും കർത്താവിന് മുമ്പിലേക്ക് തുറന്നു വയ്ക്കാം. എല്ലാ അഴുക്ക് ഭാണ്ഡങ്ങളുമാണ് കർത്താവ് അന്ന് കുരിശിൽ വഹിച്ചത്. കേൾക്കൂ, വലിയൊരു ഭാണ്ഡം കർത്താവ് കുരിശിൽ വഹിച്ചു. തൻ്റെ തലമേൽ വലിയൊരു പാവത്തിൻ്റെ ഭാണ്ഡം കർത്താവ് വഹിച്ചു. കർത്താവ് പാവമല്ല, എൻ്റെയും നിങ്ങളുടെയും പാവം യേശു അന്ന് കുരിശിൽ വഹിച്ചു. ദൈവത്തിന് സ്തോത്രം. കുരിശിൽ അതെല്ലാം കർത്താവ് വഹിച്ചു കഴിഞ്ഞു. മകനെ, ഇനി നീ വഹിക്കേണ്ട, നീ പേടിക്കേണ്ട. നിൻ്റെ പാവം യേശു വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് യേശുവിൻ്റെ തലയിലായതുകൊണ്ട്, ഈ പാവം യേശുവിൽ നിൽക്കുന്നത് കൊണ്ട് പിതാവായ ദൈവം മുഖം മറച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പിതാവിന് പുത്രനോട് സ്നേഹമില്ലഞ്ഞിട്ടില്ല. പാപത്തിലേക്ക് പിതാവിന് നോക്കാൻ വയ്യ, പാപത്തിലേക്ക് അശുദ്ധിയിലേക്ക് പിതാവിന് നോക്കാൻ വയ്യ. അതുകൊണ്ട് മനുഷ്യജാതിയുടെ മുഴുവൻ പാവവും തൻ്റെ മേൽ ആവാഹിച്ചെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങിയപ്പോൾ പിതാവ് മുഖം മറച്ചു. ദൈവത്തിന് സ്തോത്രം. അതാണ് കർത്താവ് സംഭ്രമത്തോട് പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ നിത്യനായ ദൈവം, സ്വർഗീയ പിതാവ് മുഖം മറച്ച് കഴിയത്തക്കവണ്ണം വലിയ ജീവിതയാതനയിലായിപ്പോയി കർത്താവ്. അപ്പോഴാണ് കർത്താവ് നിലവിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന ആ സ്നേഹം കാണുക. നമുക്ക് വേണ്ടി പാവമാക്കപ്പെട്ട മിശിഹായെ കാണുക. നമുക്ക് വേണ്ടി പാവമാക്കപ്പെട്ടതായി മിശിഹ, നമുക്ക് വേണ്ടി പാവിയായി തീർന്നതാണ് മിശിഹ. കർത്താവ് പാവിയല്ല, പക്ഷേ എൻ്റെ പാവം കർത്താവ് വഹിച്ചുകൊണ്ട് പാവമാണ് കർത്താവ് നിലവിൽ നിൽക്കുന്നത്. കർത്താവ് ഈ പാവത്തെ വഹിച്ചുകൊണ്ട് പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ പറയുന്നു തരാം. കേൾക്കൂ, ചത്ത നായ എടുത്ത് കിടക്കുന്നു. ചത്ത നായ അതിങ്ങനെ ഈച്ചയാർത്ത് കിടക്കുന്നു, അത് ചീഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭയങ്കര ദുർഗന്ധം, അടുത്തെങ്കിലും ചെല്ലാൻ വയ്യ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ആ സ്ഥലം വൃത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട്, ആ റോഡ് വൃത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട്, അത് ഇനി അനേകം പേർക്ക് പോകാനുള്ളതായതുകൊണ്ട് ആ റോഡ് വൃത്തിയാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട് നിങ്ങൾ ആ പട്ടിയുടെ ഡെഡ് ബോഡി, അതിൻ്റെ ശരീരം, ആ ശവശരീരം നിങ്ങളുടെ തലയിൽ വെച്ചു. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങളോട് എടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ആ ദുർഗന്ധമല്ലേ, ആർക്കും എടുക്കാൻ പറ്റുകയില്ല. കർത്താവിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ലഘുവായ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും സകല പാപങ്ങളും തൻ്റെ തലമേൽ വഹിച്ചു, എല്ലാം വഹിച്ചു. ഇനി വിശ്വസിക്കുക പ്രിയരെ, വേറൊന്നും വേണ്ട, വിശ്വസിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ആ എല്ലാ പാവവും വഹിച്ച് കർത്താവ് കുരിശിൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പീഡയേറ്റു, മുഖത്തുപ്പയേറ്റു, കണ്ണ് തടിയേറ്റു, ശിരസിൽ മുൾമുടിയേറ്റു, കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ടു, ചങ്കിൽ കുന്നം കൊണ്ട് കുത്തി, എല്ലാ പീഡയും ആക്ഷേപവും പരിഹാസവും തുപ്പലും എല്ലാം കീഴേറ്റു. എന്തിനാ? ഈ പാവം മുഴുവൻ വഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. പാവം, മനുഷ്യൻ്റെ പാവം എല്ലാം വഹിച്ചുകൊണ്ട് കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കാഴ്ച കണ്ടാൽ നിങ്ങൾ മേലിൽ പാവത്തേക്ക് പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആ കാഴ്ച, എൻ്റെ കർത്താവേ, എൻ്റെ പാവമാണല്ലോ നിൻ്റെ ചുമലിരിക്കുന്നത്. പിതാവായ ദൈവം മുഖം മറിച്ച് കളയത്തകമുള്ളതായ പാവമാണല്ലോ നീ എനിക്ക് വേണ്ടി ചുമന്നത്. എന്നെ കുറ്റമില്ലാത്തനാക്കി തീർക്കാൻ നീ എനിക്ക് വേണ്ടി കുറ്റവാളിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 5:20 വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാവമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. സ്തോത്രം. യേശുവിനെ പാപമാക്കി നമുക്ക് വേണ്ടി. പാടാം. സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേ വാഴോരേ
ക്രോവേസാപ്പിയുടെ സഹിതം വെട്ടി ഭൂമിയിലേക്ക് അവതരണം ചെയ്തു. ഭാവിയായ എൻ്റെ ശാപമേറ്റുകൊണ്ട് എൻ്റെ പാവമേറ്റുകൊണ്ട് അവിടെ ക്രൂശിൽ മരിച്ചു. നാഥാ, നിനക്ക് ഞാൻ സ്തുതി പാടുന്നു. ക്രോവേസാപ്പിയുടെ സഹിതം വെട്ടി ഭൂമിയിലേക്ക് അവതരിച്ച യേശുവേ, നിനക്ക് ഞാൻ സ്തുതി പാടുന്നു. എൻ്റെ രക്ഷക, നിനക്ക് ഞാൻ സ്തുതി പാടുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് നിൽക്കുന്ന യേശുവിനെ കാണുക. കുറ്റവാളിയെപ്പോലെ ശിക്ഷയേറ്റ്, വലിയൊരു കൊടും ക്രൂര പാതകം ചെയ്തതുപോലെ ശിക്ഷയേറ്റ് കുരിശിൽ കിടന്ന് പിടഞ്ഞ യേശുവിനെ നിങ്ങൾ കാണുക. അവൻ ഉയർത്തെഴുന്നേറ്റനായ നിങ്ങളുടെ അരികിലേക്ക് ഇതാ വരികയാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ കൈകളിൽ ആണിപ്പാട് കാണാം. സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തിയ മുറിവ് കാണാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ തിരുരക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യേശുവിനെ നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിയായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷത്തിനെ ഓർത്തു അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംഭവിക്കുന്നത്? ഈ പീഡയെല്ലാം ഏറ്റതുകൊണ്ട് അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അവൻ കാണുന്നു, ഓരോരുത്തരെയും അവൻ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ തൻ രക്തം കാണിച്ചുകൊണ്ട് പക്ഷപാതം ചെയ്യുന്ന കർത്താവായ യേശുവിനെ നിങ്ങൾ കാണുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ അറിയുന്നു. യേശു നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നു. നിങ്ങളുടെ പ്രശ്നം യേശു അറിയുന്നു. നിങ്ങളുടെ ഭാരം യേശു കാണുന്നു. യേശു എല്ലാറ്റിനും പരിഹാരമുള്ളവനാണ്. എല്ലാം പരിഹരിച്ചു തരും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൻ്റെ അരികത്തൂടെ മന്ദം നടക്കുമ്പോൾ നിങ്ങൾ യേശുവിനോട് പറയണം, കർത്താവേ പോകല്ലേ, കടന്നു പോകല്ലേ, യേശുവേ കടന്നു പോകല്ലേ, എൻ്റെ അരികത്തൊന്ന് നിൽക്കണമേ. ഈ പാവിയായ ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ കയ്യിലേക്ക് ഒന്ന് വെച്ച് കൊള്ളട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പാവിയായ ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് വെച്ച് കൊള്ളട്ടെ. നാഥാ, എന്നെ തൊടണമേ. യേശുവേ, നിൻ്റെ ആ തിരക്തം വരേണ്ട കരമുണ്ട്, എന്നെ തൊടണമേ. കർത്താവേ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ, നീ എൻ്റെ മേലത്തിൻ്റെ കരം വെക്കണമേ. നാഥാ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്ന് മുതൽ നിൻ്റെ സ്വന്തം. ഞാൻ ഇതാ തീരുമാനമെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാസ്തവമായി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് 1000 ദൂതഗണങ്ങളുടെ മധ്യത്തിൽ 10,000 ദൂതഗണങ്ങളുടെ മധ്യത്തിൽ ലക്ഷോപലക്ഷം കോടാനുകോടി ദൂതന്മാരുടെ മധ്യത്തിൽ ശോഭിതനായി നിൽക്കുന്ന കർത്താവായ യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കുകയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 6 ചിറകുള്ള സർവ്വമാലാഖമാർ 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് കാൽ മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആഘോഷിക്കുന്ന യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. യേശു നിങ്ങളെ തൊടട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു പാവം മാറ്റട്ടെ. യേശു പുതിയ ജീവിതം തരട്ടെ. യേശു നിങ്ങൾക്ക് എല്ലാ നന്മകളും തരട്ടെ. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. തലമുറയായി അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു നാമം വിശ്രുതമായി തീരട്ടെ. യേശു നാമം പരിശുദ്ധമാക്കപ്പെടണമേ. യേശു നാമം മഹത്വീകരിക്കപ്പെടണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ഏൽപ്പിക്കൂ നിങ്ങളെ തന്നെ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവേ, ചരിത്രം ആവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. തിരുനാമം മഹത്വപ്പെടുത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ. രണ്ടാമത്തവർക്ക് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.